ഹായ് ഫ്രണ്ട്സ്, മമ്മ ആൻഡ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് ഏറ്റവും എണ്ണ കുറച്ച് എങ്ങനെ ചിക്കൻ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ചിക്കൻ എല്ലാം റെഡിയാക്കി കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചു. ഇനി ഈ ചിക്കൻ എല്ലാം ഒന്ന് വരഞ്ഞു വെക്കണം കേട്ടോ. എനിക്കൊരു 4 ലെഗ് പീസും പിന്നെ കുറച്ച് വലിയ പീസുകളുമാണുള്ളത്. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം വരഞ്ഞു വെച്ചു. ഇനി ഇതിനായിട്ടുള്ള ചെറിയൊരു പൊടി തിരുമിയാണ് നമ്മൾ വേവിക്കാൻ വെക്കേണ്ടത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി തിരുമിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാൻ പൊടികളൊക്കെ ചേർത്ത് തിരുമിയതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. എന്നിട്ട് കുക്കറിൽ വെച്ചു. അതോടൊപ്പം തന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് റെഡിയാക്കാനുള്ള ഒരു അരപ്പൂട്ട് റെഡിയാക്കണം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ പൊടി, പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി വീണ്ടും ചേർത്താലും കുഴപ്പമില്ല. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്തതാണ് കേട്ടോ. അത് വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ മറന്നുപോയായിരുന്നു. പിന്നീട് ഞാൻ ചേർത്തതാണത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. പിന്നെ ഓയിലാണ് കേട്ടോ നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലാണ്. ഓയിൽ ചേർക്കുന്നില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി, ഒരു കുഴപ്പമില്ല. നമ്മൾ വേറെ എണ്ണ അങ്ങനെ അധികം ചേർക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്വല്പം ഓയിൽ ചേർത്ത് കുഴച്ചെടുത്തത്. അതിന് ശേഷം ഈ അരപ്പ് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതേ പരുവമാക്കിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ ഏറ്റവും നല്ലത്, ഫ്രിഡ്ജില്ലെങ്കിൽ അല്ലാതെ വെച്ചാലും മതി കേട്ടോ. അപ്പം നന്നായി തേച്ച് പിടിപ്പിച്ച ഈ ചിക്കൻ നമുക്ക് ഒരു 1 മണിക്കൂർ നേരത്തേന് മാറ്റി വയ്ക്കാം. ഇപ്പം എനിക്ക് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കല്ല് ചൂടാവാൻ വെച്ചു. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു. നമ്മൾ ചിക്കൻ വറുത്തൊക്കെ അല്ലാതെ എടുക്കുവാണെങ്കിൽ എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടന്നല്ലേ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മളിത് വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. അധികം എണ്ണ പിടിക്കത്തുമില്ല. വേവിച്ച് വെക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. വേവിക്കാത്ത ചിക്കൻ ഇങ്ങനെ വറുത്തെടുത്താൽ അതിൻ്റെ ഉള്ളുഭാഗം വേവത്തില്ല. അപ്പം അത് നമുക്ക് ദോഷം ചെയ്യും, പച്ച ആകും. കഴിക്കുമ്പം അത് വയറിന് പിടിക്കില്ല. അപ്പം നമ്മൾ ഇതിനെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുക. അതായത് നമ്മൾ മീനൊക്കെ പൊള്ളിക്കുന്നത് പോലെ തന്നെ. ഇതിന് എന്താ പറയുക, നല്ലൊരു അൽഫാമിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അൽഫാമിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഇതിന്. നമ്മൾ എന്നാ പറയുക, ഗ്രില്ല് വെച്ചല്ല റെഡിയാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായപ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി അങ്ങ് കഴിച്ചേക്കാൻ തീരുമാനിച്ചു. എനിക്കതിന് കഴിക്കാൻ ബിരിയാണി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ബിരിയാണിയും കൂടി ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമ്മുടെ ഒരു ലെഗ് പീസ് തന്നെ ഇങ്ങ് പോരട്ടെ. അപ്പം നമ്മുടെ ലെഗ് പീസും ബിരിയാണിയും കൂടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കറിയാം. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. എങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അങ്ങ് ചൂട് സഹിച്ച് കഴിക്കുന്നത്. എൻ്റെ നാക്കൊക്കെ പൊള്ളിപ്പോയി കേട്ടോ. ചിക്കൻ അതുപോലെ നല്ല ചൂടാണ്. തീക്കകത്തുനിന്ന് എടുത്തതേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറുത്തതാണ്. എല്ലാവർക്കും കഴിക്കാം, നല്ല ഹെൽത്തിയാണ്. അതായത് അധികം എണ്ണയൊന്നുമില്ല. കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവർക്ക് എണ്ണയൊന്നും അധികം പറ്റൂലല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.